അപ്പോൾ UDF പൊതുവെ ഒരു വിചാരമുണ്ട്, നമ്മളങ്ങനെ ഈ വർഗീയതയ്ക്കെതിരെ ഒന്നും കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടവരല്ല, നമ്മളിങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പോകാം. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും വിചാരിക്കുന്നു, ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയും വിചാരിക്കുന്നു, PK കുഞ്ഞാലിക്കുട്ടിയും വിചാരിക്കുന്നു, പല സീനിയർ നേതാക്കന്മാരും വിചാരിക്കുന്നു, നമുക്ക് ആ പഴയ AK ആന്റണിയുടെ കാലത്തെ പോലെ, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പോലെ, കരുണാകരൻ്റെ കാലത്തെ പോലെ നമുക്കൊരു അധികാരകാലം കിട്ടിയിരിക്കുന്നു, 5 വർഷം നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം, മെഴുകി പോകാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്ന കാലം അവർ ഭരിക്കപ്പെടുന്ന ജനത ആ പഴയ ജനതയല്ല. പൂർണ്ണമായും രാഷ്ട്രീയമായ കൃത്യതയും ഭരണത്തിൽ ക്വാളിറ്റിയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു തലമുറയുടെ മേലെയാണ് ഭരണാധികാരം കിട്ടിയിരിക്കുന്നത്. അവരാ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കോമ്പറ്റബിൾ അല്ലാത്ത ആളുകൾ ഇരിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. സോ ഞാൻ വിചാരിക്കുന്നു, ഐ എം ഡാം ഷുവർ 10 വർഷം കൊണ്ടാണ് പിണറായി വിജയന് വില കൊടുക്കേണ്ടി വന്നത്. അതിനേക്കാൾ മുമ്പ് VD സതീശന് വില കൊടുക്കേണ്ടി വരും. VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ അയാളുടെ പ്രൊഫൈലിനുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ അയാൾ എടുത്തിട്ടുള്ള പറഞ്ഞ നിലപാടുകളാണ്. ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 4 സീറ്റുകൾ തോറ്റാലും എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും മതനിരപേക്ഷതയോട് നാം സന്ധി ചെയ്തുകൂടാ എന്ന് പറയുന്ന VD സതീശൻ്റെ പ്രസംഗം ആവർത്തിച്ച് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ജനം ഹർഷാരവം മുഴക്കി. കാരണം ആ പ്രതീക്ഷയാണ് ജനത്തിന്. ആ ജനത്തിന് നിങ്ങൾ ക്ഷേമ പെൻഷൻ 30 രൂപ കൂട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല, മറിച്ച് മറ്റതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പ്രതീക്ഷയാണ്. ആ ഏരിയ ടച്ച് ചെയ്തില്ല സതീശൻ. അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. കുറേ എപ്പിസോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും, ഒന്നും ശബ്ദിക്കുന്നില്ല. സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആദ്യം വില കൊടുക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും വീഴ്ചയുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ, അല്ലെങ്കിൽ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ പറ്റിപ്പോകുന്ന പിഴവുകളോ, ആ നയം നടപ്പിലാക്കില്ല തെറ്റൊന്നുമല്ല. വ്യക്തിപരമായി അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് നേടി ജയിച്ചപ്പോൾ സതീശനല്ല മുഖ്യമന്ത്രി ആവേണ്ടത് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ തീരുമാനിക്കുകയും അതൊരു തീരുമാനത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തെ എടുത്ത് മുഖ്യമന്ത്രിയാക്കിയായിരുന്നു. ആ എടുത്ത് മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നിൽ എന്താണ്? സതീശൻ സ്വീകരിക്കുന്ന വ്യക്തിപരമായ നിലപാടുകളായിരുന്നു അതിൻ്റെ കരുത്ത്. അത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഒരു ദിവസം, ഞാൻ വീണ്ടും പറഞ്ഞത്, നാളെ ഒരു ദിവസം സതീശനെ നമുക്കൊരു ടേൺ അടിസ്ഥാനത്തിൽ മാറ്റാം എന്ന് കോൺഗ്രസിനകത്തൊരു തീരുമാനമുണ്ടായാൽ ഇന്നലെ ഉണ്ടായ ബഹളം ഇന്നുണ്ടാവില്ല, ഇന്നുണ്ടാവുന്ന ബഹളം നാളെയും ഉണ്ടാവില്ല. അത് ഉണ്ടാവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഭിപ്രായം പറയാൻ സതീശന് കഴിയണം. അദ്ദേഹം കുറച്ചുകൂടി പുതിയ തലമുറയുടെ ചുവരുകൾ വായിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റട്ടെ. നിലവിൽ അങ്ങേയറ്റത്തെ നിരാശയുടെ പടുകുഴിയിൽ മലയാളിയെ നിർത്തിയിരിക്കുകയാണ്. മലയാ, ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.